ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 41-42 വചനങ്ങൾ. അവൻ തൻ്റെ സഹോദരനായ ശീമോനെ ആദ്യം കണ്ട് അവനോട്, ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കാണുന്ന ഈ വചനം ഇതിനകത്തൊളിഞ്ഞിരിക്കുന്നത് ഒരു വലിയ ആത്മീയ സത്യമാണ്. ഞങ്ങൾ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന വാക്കുകൾ സാധാരണ ഒരു വാർത്തയായിട്ട് മാത്രം നാം കാണരുത്. അത് കാലങ്ങളായി മനുഷ്യർ കാത്തിരുന്ന പ്രതീക്ഷയുടെ പൂർത്തീകരണമാണ് ആ വാക്കുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ വാക്കിൽ ആനന്ദമുണ്ട്, അത്ഭുതമുണ്ട്. അവിടെ ഹൃദയത്തിൻ്റെ വലിയ സമാധാനം നമുക്ക് കാണുവാൻ കഴിയുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ എപ്പോഴും അന്വേഷണത്തിൻ്റെ പാതയിലാണ്. എന്തൊക്കെയോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ചിലർ സമ്പത്താണ് തേടുന്നത്, മറ്റു ചിലർ പ്രശസ്തി എവിടെ കിട്ടും എന്ന് അന്വേഷിക്കുന്നവരാണ്. സ്നേഹം അന്വേഷിച്ച് അലഞ്ഞു തിരിയുന്നവരുണ്ട്, സമാധാനം. എന്നാൽ എല്ലാ അന്വേഷണങ്ങളും ഒരു കണ്ടെത്തലിലേക്ക് നയിക്കപ്പെടുന്നില്ല. ഒരു മനുഷ്യൻ മുഴുവൻ ലോകവും നേടിയാലും അന്വേഷിച്ചതെല്ലാം താൻ കണ്ടെത്തിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ എന്താണ് പ്രയോജനം? ഇന്ന് പുറത്ത് ചിരിക്കുന്ന പലരും അകത്ത് കരയുന്നവരാണ്. എല്ലാ സൗകര്യങ്ങളും നിറഞ്ഞ വീട്ടിനുള്ളിൽ താമസിക്കുമ്പോഴും സമാധാനമില്ലാതെ ജീവിക്കുന്നവരാണ്. കാരണം മനുഷ്യാത്മാവിൻ്റെ യഥാർത്ഥ വിശപ്പും ദാഹവും ഈ ലോകത്തിലെ ഭൗതികമായ ഒരു വസ്തുക്കളോടുമല്ല. ആ വസ്തുക്കൾക്കൊന്നും മനുഷ്യാത്മാവിൻ്റെ വിശപ്പിനെ ശമിപ്പിക്കുവാൻ കഴിയുകയുമില്ല. മനുഷ്യൻ്റെ ആത്മാവ് അന്വേഷിക്കുന്നത്, ദാഹിക്കുന്നത് ജീവനുള്ള ദൈവത്തിന് വേണ്ടിയാണ്. ഈ ആത്മീക ദാഹമുള്ളവർക്ക് കിട്ടുന്ന ഉത്തരമാണ് ഞങ്ങൾ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് നാം വായിച്ച വചനം. ക്രിസ്തുവിനെ കണ്ടെത്തുന്ന നിമിഷം മുതൽ മാത്രമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും കൈവരുന്നത്. ഇരുട്ടിൽ ജീവിച്ചിരുന്ന ആ മനുഷ്യൻ വെളിച്ചം കാണുന്നു. നാനാവേദനകളാൽ, പരീക്ഷകളാൽ വലയുകയും അലയുകയും ചെയ്ത ഹൃദയം യഥാർത്ഥ വിശ്രമം കണ്ടെത്തുന്നു. മാത്രമല്ല, ഇങ്ങനെ കണ്ടെത്തിയ ആളുകൾ തൻ്റെ സന്തോഷം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നവരും കൂടാണ്. ഞങ്ങൾ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ വ്യക്തി അന്വേഷിച്ചത് തൻ്റെ സഹോദരനെയാണ്. തൻ്റെ സഹോദരനായ ശീമോനെ യഥാർത്ഥ ആത്മീയ അനുഭവങ്ങൾ, ആ അനുഭവങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർ, അവർക്കൊരിക്കലും അവരുടെ അനുഭവം ചങ്ങലക്കിട്ട് പൂട്ടിവെക്കുവാൻ കഴിയുന്നതല്ല. അവൻ ശീമോനോട് പറഞ്ഞത്, ഞങ്ങൾ മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു. നാം കണ്ടെത്തിയ സത്യം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്ന ഒരു ജീവിതം, ഇതാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാന സ്വഭാവം. ക്രിസ്തുവിനെ യഥാർത്ഥമായിട്ട് അറിയുന്നവർ അവിടുത്തെ സാക്ഷികളായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ അവർ പ്രഖ്യാപിക്കുന്ന, ജീവിതം കൊണ്ട് തെളിയിക്കുന്ന ഒന്നുണ്ട്: ഞങ്ങൾ മശിഹയെ കണ്ടെത്തിയവരാണ്. അവരുടെ എല്ലാ അവസ്ഥകൾക്കും അനുഭവങ്ങൾക്കും മാറ്റങ്ങളുണ്ടാകും. പാപത്തോടുള്ള അവരുടെ സമീപനം മാറുന്നു. മനുഷ്യരെ കണ്ടെത്തുന്ന അല്ലെങ്കിൽ മനുഷ്യരെ സമീപിക്കുന്ന രീതിക്ക് വ്യത്യാസം വരുന്നു. കാരണം യേശുക്രിസ്തു രക്ഷകനാണ്. അവനെ കണ്ടെത്തുക എന്നുള്ള ഒരു തത്വം മാത്രമല്ല, അത് ലോകരക്ഷകനുമായിട്ടുള്ള സജീവമായ ജീവനുള്ള ഒരു ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ കണ്ടെത്തേണ്ടത് ക്രിസ്തുവിനെയാണ്. കണ്ടെത്തിയവർ ആ സത്യം പങ്കുവെക്കേണ്ടതാണ്. ഇന്ന് ലോകത്തിൻ്റെ ആവശ്യം ഇതാണ്.
അനുഭവിക്കുന്നവരുടെ സാക്ഷ്യം, ക്രിസ്തുവിനെ അനുഭവിക്കുന്നവരുടെ സാക്ഷ്യം. ഈ സാക്ഷ്യം ആരംഭിച്ചത് ആ മനുഷ്യൻ തൻ്റെ കുടുംബത്തിൽ നിന്നാണ്. അവൻ തൻ്റെ സഹോദരനെ അന്വേഷിച്ചു. ആ സഹോദരനോട് പറഞ്ഞു, ഞങ്ങൾ മനുഷ്യരെ കണ്ടെത്തിയിരിക്കുന്നു. നമ്മുടെ ഉത്തരവാദിത്വം കുടുംബത്തിൽ, മാതാപിതാക്കളിൽ, സഹോദരങ്ങളിൽ, മക്കളിൽ, ബന്ധുക്കളിൽ, ഇവരുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മിൽ ദൈവം നൽകിയിരിക്കുന്നു. ഒരു കുടുംബത്തിൽ ഒരാൾ ക്രിസ്തുവിനെ യഥാർത്ഥമായി കണ്ടെത്തുമ്പോൾ ആ വ്യക്തി മുഖാന്തരം ആ കുടുംബത്തിലുള്ള എല്ലാവരെയും കർത്താവിലേക്ക് നയിക്കുവാൻ ദൈവം സാഹചര്യങ്ങൾ ഒരുക്കുന്നു. അന്ധകാരത്തിലും ആശയക്കുഴപ്പത്തിലും അസമാധാനത്തിലും ജീവിക്കുന്ന മനുഷ്യൻ സത്യം എവിടെയെന്ന് ചോദിച്ച് അതിനുവേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. മശിഹയെ കണ്ടെത്തുക ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് വഴിതെറ്റിപ്പോയ ഒരു കപ്പൽ ശരിയായ ദിശയിലേക്ക് യാത്ര തിരിക്കുന്നത് പോലെയാണ്. അന്ധകാരത്തിൽ ജീവിച്ചുകൊണ്ടിരുന്ന മനുഷ്യൻ വെളിച്ചം കണ്ടെത്തുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഓരോ നിമിഷവും നമ്മുടെ പ്രഖ്യാപനം, ഞങ്ങൾ യേശുവിനെ കണ്ടെത്തിയവർ, ആ ജീവിതം, ആ പ്രഖ്യാപനം നമ്മുടെ ജീവിതത്തെ മാറ്റട്ടെ. മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്നവരായി നമുക്ക് ജീവിപ്പാൻ കർത്താവ് കൃപ നൽകട്ടെ. ദൈവമേ, അവിടുത്തെ നല്ല വചനങ്ങൾക്കായിട്ട്